സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ മണ്ടമേട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിന്റെ വിതരണം നടന്നു. പുറ്റടി NSP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം മണ്ടമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കി വരുന്ന വിദ്യാർത്ഥി ഹരിതസേന പദ്ധതിയുടെ ഭാഗമായുള്ള സ്കോളർഷിപ്പ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ നടന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും സമൂഹത്തിൽ ശുചിത്വ ബോധം വളർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുകയും എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. UP വിഭാഗങ്ങളിൽ നിന്ന് 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളും ഹൈസ്കൂൾ തലത്തിൽ 8, 9 ക്ലാസ്സുകളിലെയും ഹയർ സെക്കൻഡറി തലത്തിലെ +1 വിദ്യാർത്ഥികളെയുമാണ് ഹരിതസേനയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. വണ്ടൻമേട് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിൽ തിരഞ്ഞെടുത്ത് 1500 രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റുകളും നൽകിയത്. മികച്ച സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് നിർവഹിച്ചു. ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് 2025 എന്നുള്ളത്. ഈ പദ്ധതി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും കൂട്ടി വളർത്തുകയും. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ആക്കാട്ടുമുണ്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ KN ശശി, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ശരവണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ രമേശ്, PTA പ്രസിഡന്റ് സജി കുന്നേൽ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജോസഫ് KJ, NSP HS പ്രധാന അധ്യാപകൻ സേതുനാഥ് P തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ശുചിത്വ മിഷൻ ജീവനക്കാർ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര.